നമസ്കാരം. ഹരി ഓം. കാലസ്വരൂപനായ പ്രപഞ്ചനാഥനും എൻ്റെ ഗുരുവായൂരപ്പനും കോടി പ്രണാമം. ഭഗവത് കൃപയാൽ നാളത്തെ പുലരിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ വന്ദനം. ജ്യോതിഷം കൃത്യമായ ഗണിതശാസ്ത്രമാണ്. അതിൽ ഊഹങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. നാളെ 2026 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ശനിയാഴ്ച. കൊല്ലവർഷം 1201, കർക്കിടകം 23 നാളെ പുലരുന്നതോടുകൂടി ആകാശത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ മനുഷ്യരെ ഓരോരുത്തരെയും തട്ടിത്തടഞ്ഞാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതിൽ നല്ലതുമുണ്ടാകും, അല്പം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നും പോകേണ്ടതായി വരും. അപ്പോൾ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തെ അത് എങ്ങനെയായിരിക്കും കടന്നു പോവുക എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേരളീയ ദൃശ്യ ഗണിത പഞ്ചാംഗ പ്രകാരം നാളത്തെ ദിവസത്തിൻ്റെ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കിയാൽ, നാളെ കൃത്യം രാവിലെ 6:16 സൂര്യോദയം സംഭവിക്കുന്നത്. നാളെ പകൽ 1:59 വരെ കൃഷ്ണപക്ഷ ദശമി തിഥിയായിരിക്കും. അതിനുശേഷം ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് പ്രീതികരമായ പുണ്യ ഏകാദശി തിഥി ആരംഭിക്കുന്നുണ്ട്. വൈകുന്നേരം 4:51 വരെ ഭഗവാന്റെ ജന്മനക്ഷത്രമാണ്, അതായത് രോഹിണി നക്ഷത്രമാണ് ആകാശത്ത് ഉദിച്ചു നിൽക്കുന്നത്. അപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ സ്വാധീന വലയത്തിലായിരിക്കും ഭൂരിഭാഗം സമയവും നമ്മൾ നാളെ 4:51 വരെ. അതിനുശേഷം മകയിര നക്ഷത്രത്തിലേക്കായിരിക്കും ചന്ദ്രൻ പ്രവേശിക്കുന്നത്. നാളെ രാവിലെ 9:02 വരെ ധ്രുവയോഗമാണ്. പകൽ 1:59 വരെ വിഷ്ണിക്കരണവുമാണ്. അപ്പോൾ വിഷ്ണിക്കരണവും ധ്രുവയോഗവുമാണ് നാളെ. അപ്പോൾ ശനിദേവൻ്റെ ഏറ്റവും പ്രിയങ്കരമായ ദിവസമാണ് ശനിയാഴ്ച. കൂടാതെ രോഹിണി നക്ഷത്രവും ഏകാദശിയും ഒത്തുചേരുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഭാവനയും കർമ്മവും തമ്മിലുള്ള ഒരു വലിയ ഊർജ വിന്യാസമായിരിക്കും നാളത്തെ ദിവസം നമ്മൾ കാണാനായി പോകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ണീരിലും ദുരിതവും കടബാധ്യതകളും അനുഭവിച്ച ചില രാശിക്കാർക്ക് നാളത്തെ ഈ ഒരു ഗ്രഹമാറ്റം വലിയൊരു അമൃതവർഷമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ഒട്ടും സമയം കളയേണ്ട ആ 12 രാശികളെയും നക്ഷത്രക്കാരുടെ നാളത്തെ സമ്പൂർണമായ ഫലത്തിലേക്ക് കടക്കാം. അപ്പോൾ നാളെ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക്, മേടം രാശിക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവം പറയുമ്പോൾ നേതൃത്വ ഗുണമുള്ള ആളുകളാണ്, ധീരത കൂടുതലായിട്ടുള്ളവരാണ്, അതിവേഗം കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അതിന് അശ്വതി തന്നെയാണ്. ഭരണി നക്ഷത്രക്കാരാണെങ്കിൽ ആത്മവിശ്വാസം നിറഞ്ഞവരാണ്, പ്രിയമുള്ള ആളുകളാണ്. കാർത്തിക നക്ഷത്രമാണെങ്കിലോ സത്യസന്ധതയ്ക്ക് മുൻഗണന നൽകുന്ന പ്രകൃതമുള്ളവരും. അപ്പോൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളെ അനാവശ്യമായ ധനനഷ്ടം മേടം രാശിക്കാർ അനുഭവിക്കുന്നുണ്ട്. കഠിനമായി അധ്വാനിച്ചിട്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. കുടുംബത്തിൽ പോലും വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന അവസ്ഥ. ഒരുപാട് ദൈർഘ്യമുണ്ട് എന്ന് പറയുന്നില്ല, കഴിഞ്ഞ കുറച്ച് സമയങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ജോലി സ്ഥലത്തും 1-2 ദിവസമായിട്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് മേടം രാശിക്ക്. അപ്പോൾ നാളെ എന്ത് മാറ്റം ഉണ്ടാകും നോക്കിയാൽ, ചന്ദ്രൻ നിങ്ങളുടെ 2-ാം ഭാവമായ ധനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അതിനാൽ അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കാനും കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ധനസഹായം വന്നു ചേരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. വലിയൊരു വഴിത്തിരിവൊക്കെ ഉണ്ടാകുന്നതായ ദിവസമാണ്. അപ്പോൾ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക എന്നത് മാത്രം നാളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു വന്നു, നമ്മൾ ഒരുപാട് കാത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കും നമ്മൾ അല്പം ശോഭിതരായിട്ട് മാറാൻ, അല്ലെങ്കിൽ ശോഭിച്ച് സംസാരിക്കാനുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോഷണലായിട്ട് മാറാൻ സാധ്യത നാളത്തെ ദിവസം ഉണ്ട്. വികാരങ്ങൾ പുറത്തു വരാനുള്ള, അതായത് മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വാക്കുകളിൽ ഒരു മിതത്വം ഒന്ന് പാലിക്കാൻ നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. കയർത്ത് ആരോടും സംസാരിക്കരുത്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നാളെ കൈവന്ന് ചേരേണ്ട ദിവസമായാൽ തന്നെ വാക്കുകളിലുള്ള ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു സൂക്ഷ്മത നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന ദിവസമാണ്. കാർത്തിക, രോഹിണി, മകയിരം, ഇടവം രാശി ഭൂമിതത്വ രാശിയാണല്ലോ. അപ്പോൾ ഇത് ക്ഷമാശീലരായ രാശിയെന്ന് തന്നെ പറയും. ക്ഷമയാണ് ഇവരുടെ പ്രധാന ഒരു ഘടകം. അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ക്ഷമയുടെ നെല്ലിപ്പല വരെ പോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമുള്ള ആളുകളാണ്. ക്ഷമിക്കാൻ വേണ്ടി വളരെയധികം ഇവർക്ക് സാധിക്കും. സൗന്ദര്യവും ദയയുമുള്ള കൂട്ടരാണ്.
മകര നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം കാര്യങ്ങൾ വിശകലനം ചെയ്തൊരു കാര്യത്തെ ശരിയും തെറ്റും മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള കൂട്ടർ കൂടിയാണ്. ശരീരത്തിന് വല്ലാത്തൊരു തളർച്ച, മാനസികമായ ഒരു അപകർഷതാബോധം, അതായത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എല്ലാവർക്കും പറ്റുന്നുണ്ട്, എനിക്കങ്ങോട്ട് ഒന്നും ശരിയാകുന്നില്ല എന്നൊരു ഈയിടെയായിട്ടൊരു കുറ്റബോധം പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനെ വലിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു ഭാഗ്യമില്ല എന്ന ഒരു ടാഗ് സ്വയം അങ്ങോട്ട് ചാർത്ത്. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യമില്ലാതാകുമോ? ഇല്ല, നല്ല ഭാഗ്യമുള്ളവരാണ്. സ്വയം പറഞ്ഞ് ഭാഗ്യമില്ലായ്മയിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ മനസ്സിൽ തന്നെ എനിക്ക് കഴിവില്ല, അവരതെല്ലാം ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് മാർഗ്ഗം കൂടുതലുണ്ട്, എനിക്ക് മാർഗ്ഗമില്ല, അല്ലെങ്കിൽ എനിക്ക് സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ധനമില്ല, തുടങ്ങിയ പല ചിന്തകളുണ്ട്. അത് അപകർഷതാബോധമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. ആരോടും പറയുന്നല്ല, മനസ്സിൽ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതങ്ങ് കളഞ്ഞേക്കുക. ഇനി അങ്ങനെ അത് മനസ്സിൽ പറയേണ്ട. അങ്ങനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ നാളെ ചന്ദ്രൻ നിങ്ങളുടെ സ്വന്തം രാശി, അതായത് രോഹിണി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ ഒരു ഭാരം ഒഴിഞ്ഞു പോയൊരവസ്ഥ നാളെ നിങ്ങൾക്ക് തോന്നും. തീർച്ചയായിട്ടും കമൻറ്റൊക്കെ ചെയ്യുക. നാളെ മനസ്സിന് വല്ലാത്തൊരു കല്ലെടുത്ത് വെച്ചിരുന്ന അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയ്ക്ക് മാറ്റം വരും. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം നാളെ നടക്കും. ചിലപ്പോൾ ഇഷ്ട ഭക്ഷണം കഴിക്കുക എന്ന ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഇഷ്ടം ഒരു വസ്ത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ അല്പം പൊന്ന് വാങ്ങിക്കുക. ഏതെങ്കിലും ഒരു ആഗ്രഹം ഒരുപാട് നാളെ മനസ്സിലിങ്ങനെ കിടക്കുന്നു. പക്ഷേ നടത്തണോ വേണ്ടായോ എന്ന ചിന്തയിലിരുന്ന നിങ്ങൾക്ക് നാളെ അത് നടന്നു കിട്ടുന്നു. തടസ്സമില്ലാതെ സാധിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ തടസ്സങ്ങൾ ഒഴിഞ്ഞു മാറുമെന്ന് അർത്ഥമാക്കുക. മുഖത്തൊരു ആകർഷണീയത നാളെ തോന്നും. സ്വന്തമായിട്ട് കണ്ണാടി രാവിലെ ഒന്ന് നോക്കണം. ഇതുവരെ കണ്ണാടി നോക്കാൻ വരെ മടിയായി, എന്നെ കാണാൻ കൊള്ളില്ല എന്നൊരു ചിന്ത കൊണ്ട് കണ്ണാടിയെ പോലും വെറുത്തിരുന്ന നിങ്ങൾ നാളെ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന ദിവസമാണ്. ഉറപ്പിച്ചോളൂ, വാക്ക് ഉറപ്പിച്ചോളൂ, മനസ്സിൽ തന്നെ ഉറപ്പിച്ചോളൂ. എനിക്കിതേ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ഒരു മനുഷ്യന് അത്യാവശ്യമായത്. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറയാറില്ല, അതേപോലെ അങ്ങോട്ട് നിൽക്കുക. നിങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. പക്ഷേ ആ ഭാഗ്യം അനുഭവിക്കാൻ നമുക്കൊരു സമയമുണ്ടല്ലോ, അതിൻ്റേതായൊരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഭാഗ്യമില്ലാത്തവരാണെന്നൊന്നും പറയരുത്. മനസ്സിനി അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. നാളെ ആ ഒരു ആകർഷണീയത തോന്നുന്ന ഒരു ദിവസം തന്നെയായിരിക്കും നിങ്ങൾക്ക്. മകയിരം, തിരുവാതിര, പുണർദം, മിഥുനം രാശിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മിഥുനം രാശിക്കാർ ബുദ്ധിശക്തി, വാക്ചാതുര്യം ഒക്കെ കൂടുതലുള്ളവർ. വക്കീലായിട്ട് ശോഭിക്കും. പ്രഭാഷണ മേഖലയിലൊക്കെ നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയുന്നതാണ്. കഠിനാധ്വാനികളാണ്. ഈശ്വരവിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങേയറ്റം കടുത്ത ഈശ്വരവിശ്വാസികളാണ്. പിന്നെ ശാന്തത, എത്രത്തോളം ശാന്തരാവാൻ കഴിയുമോ അതിനും സാധിക്കുന്ന കൂട്ടരാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 5-6 ദിവസമായിട്ട് ഉറക്കമില്ലായ്മ അല്പം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് പണം അനാവശ്യമായിട്ട് അങ്ങ് കൂടുതലായി ചിലവായി പോകുന്നൊരവസ്ഥ. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അവസാന നിമിഷം തടസ്സങ്ങൾ വരിക. ഇതൊക്കെയാണ് നിലവിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം. ജോലിയുണ്ട്, പണവുമുണ്ട്. പക്ഷേ പണം കരുതി വെക്കാം എന്ന് വെച്ച് 10 രൂപ മാറ്റി വെച്ചാൽ അതിനേക്കാൾ 20 രൂപയുടെ ചിലവ് വരും. ഇല്ല 10 രൂപ എടുത്തുകൊണ്ട് പോയി ചിലവ് കഴിക്കേണ്ടി വരുന്നൊരവസ്ഥ. ശരിയല്ലേ പറഞ്ഞത്? ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരികയാണ്. ഇപ്പോൾ ചിലവുകൾ കൂടും അല്ലെങ്കിൽ ചിലവുകൾ കുറയും എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ വരവുണ്ടാകും, ധനം വന്നു ചേരും. ചിലവിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നേരെയായി വരുന്നതേ ഉള്ളൂ. ഗ്രഹങ്ങളുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ചിലവ് അധികരിക്കാനുള്ളൊരു സാധ്യത വീണ്ടും കാണുന്നുണ്ട്. എന്നാലും വരവുണ്ടാകും. തൽക്കാലം അതേ പറയാൻ സാധിക്കുന്നുള്ളൂ. ധനവരവ് കാണുന്നുണ്ട്. ദൂരയാത്രയ്ക്ക് എന്തെങ്കിലും നിൽക്കുകയാണെങ്കിൽ, നാളെ വിദേശത്ത് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ അതുകൊണ്ട് നല്ലൊരു ഭാവിയൊക്കെ ഉണ്ടാകും. അതേപോലെ പ്രധാനപ്പെട്ട യാത്രകൾ എന്തെങ്കിലും നാളത്തെ ദിവസം ചെയ്യുന്നെങ്കിൽ അത് ഗുണമാണ്. ലഹരി വസ്തുക്കളിൽ നിന്നും അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിവാവുക എന്നൊരു ഉപദേശമാണ് തരാനുള്ളത്. അല്ലാതെ നോക്കിയിട്ട് ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഇത്യാദി പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. പുണർദം, പൂയം, ആയില്യം, കർക്കിടകം രാശി ജലതത്വ രാശിയാണ്. അതിവൈകാരികതയാണ് ഇവരുടെ ഒരു പ്രത്യേകത. മറ്റുള്ളവരെ സഹായിക്കാൻ, ജീവൻ പോലും കൊടുത്ത് സഹായിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവമാണ്. ബുദ്ധിശക്തിയാണ്. മുഖമുദ്ര, കുടുംബത്തെ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്നവരാണ്. നെഞ്ച് പിളർന്ന് കാണിച്ചാൽ ഭഗവാൻ ഹനുമാൻ നെഞ്ച് പിളർന്നപ്പോൾ ശ്രീരാമചന്ദ്രനെയും മാതാവ് സീതയും കണ്ടതുപോലെ നിങ്ങളുടെ നെഞ്ച് പിളർന്നാൽ ആരെയാണ് കാണുക?
കുടുംബത്തിലുള്ള അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയാണ്. അത്രത്തോളം സഹോദരങ്ങളെ നെഞ്ചിലേറ്റി, അല്ലെങ്കിൽ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു രാശി കൂടി ആണ് നിങ്ങളുടേത്. ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ വിശ്വസിച്ച സുഹൃത്തിൽ നിന്നോ അല്ലെങ്കിൽ വിശ്വസിച്ച പങ്കാളിയിൽ നിന്നോ ഒരു വഞ്ചന നിങ്ങളെ തളർത്തുന്നുണ്ട്. വഞ്ചന എന്ന് പറയുമ്പോൾ ഒരു കാര്യം മറച്ചു വച്ചതാകാം, അല്ലെങ്കിൽ അങ്ങനെ ഇത്യാദി എന്ത് കാര്യവും വഞ്ചനയിൽ പെടുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വഞ്ചന നിങ്ങൾക്ക് ഏർപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ട്. ഒന്നുകിൽ പണം കടം കൊടുത്തിട്ട് തിരിച്ചു തരാത്തതാകാം. ഏതായാലും അത് മനസ്സിന് അല്പം ബുദ്ധിമുട്ട് നൽകുന്നുണ്ട്. അതുമല്ല, ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും അല്പം പ്രയാസങ്ങൾ തോന്നുന്നുണ്ട് മനസ്സിന്. ജോലി അങ്ങോട്ട് ശരിയായില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല എന്നൊരു ഭീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളെ അതിന് മാറ്റം ഉണ്ടാകും. അതായത് ചന്ദ്രൻ 11ാം ഭാവമായ ലാഭസ്ഥാനത്ത് ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. അതിനാൽ കണ്ണീരിന് ഫലം കിട്ടുക എന്ന് കേട്ടിട്ടുണ്ടോ? ദൈവം കണ്ടു, അല്ലെങ്കിൽ ദൈവം കണ്ണു തുറന്നു, അതിൻ്റെ ഫലമായി കണ്ണീരിൽ നിന്ന് ഒരു മോചനം വരും. അപ്രതീക്ഷിത ലാഭമൊക്കെ വരികയും പുതിയൊരു ജോലി സംബന്ധമായ മികച്ച ഒരു ഓർഡറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയോ ഒക്കെ കേൾക്കാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രം, ചിങ്ങം രാശി സൂര്യൻ്റെ രാശിയാണ്. നേതൃത്വ പാഠവും രാജകീയ സ്വഭാവമുള്ള ഒരു രാശി കൂടിയാണ് ചിങ്ങം. അഭിമാനികളാണ്. ആഡംബരത്തോട് കുറച്ച് കൂടുതൽ കമ്പം ഉണ്ട്. കടമകൾ കൃത്യമായി ചെയ്യുന്ന ഒരു രാശി കൂടിയാണ്. ഈ ഇടയായിട്ട് പിതാവുമായിട്ടോ അല്ലെങ്കിൽ അമ്മയുമായിട്ടോ അല്ലെങ്കിൽ മുതിർന്ന ആരുമായിട്ടോ അല്പം ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റേതായ ചില ഒരു വൈഷമ്യമൊക്കെ ഉണ്ട് മനസ്സിനകത്ത്. അതൊക്കെ മാറും. ജോലി സ്ഥലത്തും അതുകൊണ്ട് തന്നെ ഒരു മനസ്സമാധാനമില്ല. കാരണം കയർത്തച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ മുതിർന്നവരോടോ സംസാരിക്കാത്ത ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടി വന്നതിൻ്റെ ഒരു വിഷമം ഇപ്പോൾ മനസ്സിൽ അലട്ടുന്നുണ്ട്. നാളെ ഇവിടെ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ചന്ദ്രൻ ബലവാനായിട്ട് 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജോലിയിൽ തടസ്സങ്ങളൊക്കെ മാറുന്ന ദിവസം. മുതിർന്ന ആളുകളിൽ നിന്ന് ചില പ്രശംസകൾ ലഭിക്കാനും പുതിയ ചില വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം അനുകൂലമാണ്. ആരുമായിട്ടാണോ വാഗ്വാദം ഉണ്ടായത് അല്ലെങ്കിൽ അല്പം ദേഷിച്ച് സംസാരിക്കേണ്ടി വന്നത്, അത് മനസ്സിലിട്ട് അങ്ങനെ നീറ്റണ്ട. അവരോടൊന്ന് സംസാരിച്ചൊരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ മനസ്സ് ക്ഷമ പറയാം എന്ന് തോന്നുന്നെങ്കിൽ അതിനായിട്ട് പാകപ്പെട്ട് സംസാരിക്കുക. മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും ഒരു ഭാരത്തിലേക്ക് പോകാതിരിക്കുക എന്നേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. ഉത്രം, അത്തം, ചിത്തിര കന്നിരാശി ബുധൻ്റെ രാശിയാണ്. കണക്കുകൂട്ടലുകൾക്ക് മിടുക്കരാണ്. പക്ഷേ കണക്കുകൂട്ടം അങ്ങോട്ട് നടക്കുന്നുണ്ടോ? പിഴച്ച് പോവുക. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമൊക്കെ കണക്കുകൾ ധാരാളം കൂട്ടുന്നുണ്ട്. പക്ഷേ ഒരുപാട് കണക്ക് കൂട്ടിയാലും പ്രശ്നമാണ്. എന്നാൽ കൂട്ടാതിരിക്കണമെന്നുമല്ല പറയുന്നത്, എങ്കിലും ഒരു ലിമിറ്റിലൊക്കെ കൂട്ടാനായിട്ട് ശ്രമിക്കുക. 2050 വരുന്ന കാര്യം ഇപ്പോഴേ കണക്ക് കൂട്ടിയിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. സമാധാനമുള്ളവരാണ്. പോരാട്ട വീര്യം കൂടുതലായിട്ടുള്ളവരാണ്. എന്ത് വന്നാലും നേരിടാനൊക്കെ വളരെ ധൈര്യമൊക്കെ ഉണ്ട്. എങ്കിലും കണക്ക് കൂട്ടി വരുമ്പോൾ അതെല്ലാം ഇടിഞ്ഞു വീഴുന്നത് പോലെ അവസ്ഥ. അപ്പോൾ പെട്ടെന്ന് മനസ്സ് തകരും. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ നിലവിലെ പ്രയാസം വിട്ടുമാറാത്ത ചുമയോ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളോ ആണ്. കടബാധ്യതകളും ഉണ്ട്. അതിൻ്റേതായ അല്പം നാണക്കേടുകളും ഉണ്ട്. 10 പേര് അറിഞ്ഞിട്ടല്ല, മനസ്സിൽ സ്വയം എനിക്കത് കടം എടുത്തല്ലോ, എനിക്ക് എടുക്കേണ്ടി വന്നല്ലോ, ദൈവം എന്നെ ഒരു അവസ്ഥയിൽ എത്തിച്ചല്ലോ എന്നുള്ള ചില പ്രയാസങ്ങളാണ് നിലവിലിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ആശങ്കകൾ. മക്കളിപ്പോൾ മുട്ടിലെഴിയുന്ന പ്രായമേ ആയിട്ടുള്ളാകും. പക്ഷേ അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വരെ മനസ്സിലിപ്പോഴുണ്ട്. തൽക്കാലം ആ ആശങ്കയുടെ ആവശ്യം ഇപ്പോൾ ഇല്ലല്ലോ. അവർ വളർന്നു വരുന്ന ആ ഒരു പ്രായമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, വർഷങ്ങൾക്ക് ശേഷം നടക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നൽകുന്നത്. നാളെ ഇവിടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് 9ാം ഭാവം ലാഭസ്ഥാനത്താണ്. അതിനാൽ തടസ്സപ്പെട്ട് കിടന്ന ചില ഭാഗ്യ കവാടങ്ങൾ തുറക്കേണ്ട ഒരു ദിവസമാണ് നാളെ. അനുകൂല വാർത്തകൾ ചിലത് വരാനും നാളെ ലോട്ടറി പോലെയുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു ലോട്ടറി ചെറിയൊരു തുകയ്ക്കൊന്ന് എടുത്തു നോക്കുക. ഭാഗ്യം അനുകൂലമായ ഒരു ദിവസമാകിയാൽ ചെറിയൊരു തുക നഷ്ടമില്ലാതെ കയ്യിൽ വന്ന് ചേരാൻ സാധ്യത കാണുന്നുണ്ട്. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശി ശുക്രൻ്റെ രാശിയാണ്. എല്ലാവരോടും സമത്വമായ പെരുമാറ്റമാണ് നിങ്ങളുടെ പ്രത്യേകത. വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. എല്ലാവരോടും ഒരേ ചിരി, ഒരേ സംസാരം, അങ്ങനെ ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് ആർക്കും പെട്ടെന്നൊരു ആകർഷണീയത നിങ്ങളോടുണ്ട്. സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. ലക്ഷ്യത്തിലെത്താൻ കഠിനമായി പ്രവർത്തിക്കുന്ന രാശി കൂടിയാണ്. ഇപ്പോൾ അല്പം ദാമ്പത്യ കലഹങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? അല്ല. ഒരുപാട് വലിയ കലഹമൊന്നുമല്ല, എന്നാലും ചെറിയ ഒരു സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥ.
എടുത്ത തീരുമാനങ്ങളെല്ലാം പാളിപ്പോകുന്നൊരവസ്ഥ. മനസ്സിലാണെങ്കിൽ അല്പം ഭയങ്ങളും ഉണ്ട് അല്ലേ? സത്യം തന്നെയല്ലേ? നാളെ ചന്ദ്രൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് അതീവ ജാഗ്രത വേണ്ട ഒരു സമയമാണ്. നാളത്തെ ദിവസം പുതിയ നിക്ഷേപങ്ങൾക്കോ പുതിയ ഒരു കാര്യങ്ങൾക്കോ തുടക്കം കുറിക്കാതിരിക്കുക. അതേപോലെ വാഹനം ഉപയോഗിക്കുമ്പോൾ നാളത്തെ ദിവസം അല്പം ഒന്ന് സൂക്ഷിക്കുക. നാളെ പുതിയൊരു ചിട്ടി തുടങ്ങാം, അല്ലെങ്കിൽ പുതുതായിട്ട് നാളെ ഒരു സേവിങ്സ് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം എന്ന് വെച്ചാൽ നാളെ അതത്ര നല്ലൊരു ദിവസമായിട്ട് കാണുന്നില്ല. അപ്പോൾ നാളത്തെ നിന്ന് അതൊന്നും മാറ്റി വയ്ക്കുന്നത് ഉത്തമമായിരിക്കും. നാളെ അല്പം ഒന്ന് സൂക്ഷിക്കുന്നത് ഉത്തമമായിട്ട് തന്നെയാണ് കാണുന്നത്. വിശാഖം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശി ചൊവ്വയുടെ രാശിയാണ്. ധീരത മുഖമുദ്രയാണ്. ലക്ഷ്യബോധമുണ്ട്. ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നവരാണ്. ഈശ്വരഭക്തിയുടെ കാര്യത്തിലോ ഇവരെ മാറ്റി നിർത്താൻ സാധിക്കില്ല. ബുദ്ധിശാലികളാണോ എന്ന് ചോദിച്ചാൽ ഇതിനപ്പുറം ബുദ്ധിശാലികൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാലും പറയാനില്ലാത്തൊരു രാശിയാണ്. ഒരു ഒറ്റപ്പെടലുണ്ട്. അതാണിപ്പോൾ നിലവിൽ അനുഭവിക്കുന്നത്. കൂട്ടുകച്ചവടം നടത്തിയിട്ട് അത് വഴി ചില ചതികളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുമൂലമുള്ള ചില സാമ്പത്തിക തകർച്ചകളും ഉണ്ട്. വിശ്വസിച്ച് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗം. അപ്പോൾ അതോർത്തുള്ള ചില മാനസികമായ ഒരു അവസ്ഥ, മാനസികമായി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. എന്നാൽ നാളെ ചന്ദ്രൻ 7-ാം ഭാവം കളത്രഭാവത്ത് നിൽക്കുന്നുണ്ട്. വ്യക്തിജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് പറയാൻ സാധിക്കുന്നത്. പിണക്കങ്ങളിൽ അവസാനം ഉണ്ടാകും. അതായത് പങ്കാളിയുമായിട്ടോ ആരുമായിട്ടാണോ പിണക്കം, കളത്രമാണല്ലോ ഇവിടെ ഭാഗം പറയുന്നത്. അപ്പോൾ പങ്കാളിയിൽ നിന്ന് എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിണക്കത്തിന് മാറ്റം ഉണ്ടാകും. വിവാഹ ആലോചനകൾ നടക്കുന്നവരാണെങ്കിൽ അനുകൂല ചില ആലോചനകൾ വരാനും മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയത് തിരികെ വന്നു ചേരാനുള്ള സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം, ധനുരാശി ഗുരുവിൻ്റെ രാശിയാണ്. നീതിമാന്മാരായ രാശിയാണ് ഇവർ. ആത്മീയ ചിന്ത കൂടുതലുള്ളവരാണ്. കഠിനമായിട്ട് അധ്വാനിക്കുന്ന സ്വഭാവമാണ്. ശത്രുക്കളുടെ ശല്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ചില സമയത്ത് വാക്കുകൾ കൊണ്ടുള്ള ശല്യമാണ് കേട്ടോ. നിങ്ങളെ എതിർത്ത് പറയുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അനാവശ്യമായ കേസ് വരെ എത്തിയിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ. അപ്പോൾ ഓഫീസിൽ ചെന്നാലോ അവിടെയും കടുത്ത മാനസികമായ സമാധാനക്കേട്. കഷ്ടപ്പെടുകയാണ്. മൊത്തം നോക്കിയാൽ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. നാളെ മാറ്റമുണ്ടാകും. നാളെ 6-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളെയും നിങ്ങൾ തന്നെ തകർക്കുമെന്നാണ് അതിൻ്റെ ഒരു പറയേണ്ടത്. അപ്പോൾ ശത്രുക്കളെ നിങ്ങൾക്ക് തകർക്കാൻ സാധിക്കും. രോഗാദി ദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. കടങ്ങൾ വീട്ടാനുള്ള വരുമാനം വന്നു ചേരേണ്ടതായ ഒരു ദിവസവും സമയവുമാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരം രാശി ശനിയുടെ രാശിയാണ്. കഠിനമായിട്ട് അധ്വാനിക്കുന്നവരാണ്. വിജ്ഞാനപ്രിയരാണ്. ശാന്ത സ്വഭാവികളാണ്. പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണ്. ഒരു കാര്യം ചെയ്താൽ എനിക്ക് അവിടെ ഒരു പ്രശസ്തിയാണ്, എൻ്റെ കുറിച്ച് 2 പേരെങ്കിലും ഒന്ന് പറയണേ എന്നൊരു ചിന്ത കൂടിയുണ്ട്. എന്നാലും എനിക്ക് 10 പേര് പറയട്ടെ എന്ന ചിന്തയിലല്ല ജോലികൾ ചെയ്യുന്നത്. എങ്കിൽ പോലും കുറച്ച് ആളുകൾ തന്നെ കുറിച്ചൊന്ന് പുകഴ്ത്തി പറഞ്ഞെന്ന് കേൾക്കാനൊരു ഇഷ്ടമാണ്. അതിപ്പോൾ ഏത് മനുഷ്യനായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ അതൊരു അല്പം ബുദ്ധിമുട്ടിൽ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതാണിപ്പോൾ മാനസികമായിട്ട് നിങ്ങളെ തകർക്കുന്നത്. അതേപോലെ പല ബുദ്ധിമുട്ടുകൾ, അതായത് അല്പം ധനനഷ്ടം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തതായിട്ടുള്ള ചില അവസ്ഥകൾ നിലവിൽ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. എന്നാൽ നാളെ 5-ാം ഭാവമായ പുത്ര ബുദ്ധിസ്ഥാനത്താണ് ചന്ദ്രൻ. അതിനാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനവുമായി ബന്ധിപ്പിച്ച് നോക്കിയാൽ വിജയം ഉണ്ടാകാനും, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഭാഗ്യം തേടി വരാനും, സന്താനങ്ങൾ നിമിത്തം സന്തോഷം വന്നു ചേരാനും ഒക്കെ ഭാഗ്യമുള്ള ദിവസമാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി കുംഭം രാശി ചിന്താശേഷിയുള്ളവരാണ്. ചിന്തിക്കാൻ വളരെയധികം ചിലപ്പോൾ കാട് കയറിയുള്ള ചിന്തയുണ്ട്. അതാണ് കൂടുതലും. എന്നാലും ചിന്തിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഇവരെ മാറ്റി നിർത്താൻ സാധിക്കില്ല. ദീർഘവീക്ഷണം, വളരെയധികം ദീർഘവീക്ഷണമുള്ളവരാണ്. ദയാലുക്കളാണ്. സത്യസന്ധരുമാണ്. ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ ക്വാളിറ്റിയും ഉള്ളവരാണ്. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ്. അതായത് വസ്തുക്കൾ വിൽക്കാൻ കഴിയാത്തതായ ഒരവസ്ഥ, അല്ലെങ്കിൽ അമ്മയുമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റേതായ കാര്യങ്ങളെ ഓർത്ത് മനസ്സിലുള്ള ചില വിഷമങ്ങൾ, മാനസികമായിട്ട് അല്പം വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു സമയവും ദിവസവുമാണ്. എന്നാൽ നാളെ 4-ാം ഭാവമായ സുഖസ്ഥാനത്താണ് ചന്ദ്രൻ. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. പുതിയ വാഹനം അഡ്വാൻസ് കൊടുക്കാനൊക്കെ സാധിക്കും. അതേപോലെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ വന്നു ചേരേണ്ട ഒരു ദിവസം കൂടിയാണ് നാളെ. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനൻ രാശി ജലതത്വ രാശിയാണ്. ദയാലുവാണ്. ക്ഷമാശീലരാണ് ഈ രാശിക്കാർ. സകലരോടും സ്നേഹമാണ്. ഒരു കാരണത്തടിച്ചവനോടാണെങ്കിൽ പോലും സ്നേഹമാണ്.
അവനങ്ങനെ അടിക്കാൻ തോന്നി അവൻ അടിച്ചു എന്ന് പറയുന്നത്, അല്ലാതെ അത് അവനങ്ങനെ തെറ്റു ചെയ്തു എന്നുള്ള ചിന്ത. എല്ലാവരോടും സ്നേഹമാണ്. ഈ ഭൂമിയിലുള്ള തന്നെ ദ്രോഹിച്ചവരോട് പോലും സ്നേഹിക്കുന്ന ഒരു രാശിക്കാരാണ് ഇവർ. അത് ഭഗവാൻ അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മളോട് ഉപദ്രവിച്ചവരെ പോലും നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഭഗവാന്റെ ഒരുപാട് ഈശ്വരാധീനം കടാക്ഷം ഉണ്ടാകുമെന്നല്ലേ. ഇപ്പോൾ ഈ ഇടയ്ക്ക് സഹോദരരുമായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ ഒരു പാത്രത്തിൽ ഉണ്ട്, ഒരു വായ കിടന്നുറങ്ങി അത്രയും സ്നേഹത്തിലിരുന്നിട്ട് ചില പ്രശ്നങ്ങളിൽ ഒരു തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഗ്രഹങ്ങളുടെ അല്പം പ്രശ്നം കൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ഇപ്പോൾ മനസ്സിനെ വലച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരുന്നു. മൊത്തത്തിലൊരു അലച്ചിലാണ് നിലവിലിപ്പോൾ അനുഭവിക്കുന്നത്. അതോ പണനഷ്ടവും. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ല, ദൂരസ്ഥലത്തേക്കാണ് കിട്ടിയത്. അപ്പോൾ അതുവഴി ദിവസവും യാത്ര പോകുന്നതും പണച്ചിലവും ഒക്കെ ഓർത്ത് ആകെ ഒരു പ്രയാസത്തിലാണ് മൊത്തത്തിൽ. എന്നാൽ നാളെ ഇവിടെ മാറ്റമുണ്ടാകുന്നുണ്ട്. ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട് തിരികെ വന്നു ചേരുന്ന ദിവസമാണ്. കഠിന ശ്രമങ്ങൾക്ക് ഫലമൊക്കെ ഉണ്ടാവുകയും നാളെ എല്ലാ കാര്യങ്ങളിലും വിജയം അനുകൂലമായി വരുന്ന ദിവസമാണ്. നമ്മൾ ഓരോ ദിവസഫലമാണ് പറയുന്നത്. ഓരോ ദിവസമാണല്ലോ നമ്മളിലേക്ക് ഓരോ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ വിഷമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ഇതുവരെ വിഷമിച്ച അല്ലെങ്കിൽ ഇന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം നാളെ വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഗ്രഹങ്ങൾ നമ്മളെ നയിക്കുന്നത് അവരാണ്. ആ ഗ്രഹങ്ങളാണ് നമ്മളിലേക്ക് നന്മ കൊണ്ടുവരുന്നതും തിന്മ കൊണ്ടുവരുന്നതും. അപ്പോൾ ഇത് ഒന്ന് അവിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഓരോ ദിവസം ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി വരുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാളത്തെ ദിവസം പൊതുവെ നോക്കിയാൽ വളരെയധികം ഭാഗ്യദായകമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നാളത്തെ ദിവസം 12 രാശികൾക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇരുളുകളൊക്കെ മാറി ഓരോ ദിവസവും പ്രകാശപൂരിതമായി മാറണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന വളരെയധികം അനിവാര്യമാണ്. പ്രാർത്ഥന ഒരു വെട്ടം പോലെയാണ്. നമ്മൾ എത്രത്തോളം പ്രവൃത്തികൾ ചെയ്താലും പ്രാർത്ഥനയില്ലാതെ ഇരുന്നാൽ ആ പ്രവൃത്തിക്ക് ഒരു ഫലവും ഉണ്ടാവുകയില്ലെന്നാണ്. എന്നാൽ പ്രാർത്ഥന മാത്രമായിട്ടിരുന്ന് പ്രവർത്തിക്കാതിരുന്നാലോ അതും ഫലമില്ലാതെയാവും. അപ്പോൾ പ്രാർത്ഥനയും അനിവാര്യമാണ്, പ്രവൃത്തിയും ഒരേപോലെ അനിവാര്യമാണ്. രണ്ടും 50-50% എന്നാണ്. അപ്പോൾ നാളത്തെ ദിവസം ഗ്രഹങ്ങൾ ഇങ്ങനെയാണ് വിന്യാസം നടത്തുന്നത്. അതിൻ്റെ ഫലമായി ഓരോ രാശികൾക്കും വരുന്ന മാറ്റങ്ങൾ ഇത്യാദിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ദേവിയെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദേവതയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. ധൈര്യമായി മുന്നോട്ട് കർമ്മത്തിൽ ഉറച്ച് ഈശ്വര വിശ്വാസത്തിൽ ഉറച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക. നാളത്തെ ദിവസം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഇരുളുകളൊക്കെ മാറി പ്രകാശം പരക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.